പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയിലേക്ക് പോവുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അന്വേഷണ ഉത്തരവ് ഉടൻ വിജിലൻസിന് കൈമാറും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണ പരിധിയിൽ വരും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, ഇന്ന് വൈകുന്നേരം വരെ കേട്ടിരുന്നത് വിജിലൻസ് അന്വേഷണമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന DGPയുടെ ശുപാർശ സർക്കാർ ഈ വൈകിയ വേളയിൽ അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത്? ADGP MR അജിത് കുമാറിന് എതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഉത്തരവ് സർക്കാർ കൈമാറുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, DGP നൽകിയ ശുപാർശയിലാണ് സർക്കാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നൊക്കെ തന്നെ അത്തരമൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നത്. എറണാകുളം സ്വദേശി ഉൾപ്പെടെയുള്ളവർ ചില പരാതികൾ വിജിലൻസിൽ നൽകിയിരുന്നു. ഈ ADGP MR അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനവും അതുപോലെ തന്നെ കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലാണ് താൽക്കാലികം പരിശോധനയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ വേണ്ട എന്നുള്ള ഒരു നിലപാട് വിജിലൻസ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ സർക്കാർ തന്നെ, അതായത് മുഖ്യമന്ത്രി തന്നെ ഉത്തരവ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, 7 ദിവസത്തോളമാകുന്നു ADGP MR അജിത് കുമാറിനെതിരെ ഒരു ശുപാർശ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ നൽകിയിട്ട്, പക്ഷേ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. ഇന്നിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത്. ഈ DGP നൽകിയ ശുപാർശയിന്മേൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു. ഉടൻ തന്നെ അന്വേഷണ സംഘത്തെ നിശ്ചയിക്കുമെന്നുള്ളതായിരിക്കും നമുക്ക് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ അന്വേഷണ സംഘം എത്ര പേരായിരിക്കും അന്വേഷണത്തിൽ ഉണ്ടാവുക, ആരുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകും. ആ ഒരു വിവരം നാളെ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് 5 കാര്യങ്ങളാണ് DGPക്കെതിരെ അന്വേഷിക്കുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ADGPക്കെതിരെ നടത്തുക എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ADGPയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം കവടിയാറിലെ വീട് നിർമ്മാണം അടക്കമുള്ള 5 കാര്യങ്ങളിലായിരിക്കും വിജിലൻസ് അന്വേഷണം നടത്തുക. ഏറെ ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറെ സംവാദത്തിന് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് DGP ഇത്തരമൊരു ശുപാർശ നൽകിയിട്ടും ആ ശുപാർശ അംഗീകരിക്കുവാനോ അതിന്മേലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറെടുത്തില്ല എന്നതടക്കം വലിയൊരു രാഷ്ട്രീയ സംവാദമായി സംസ്ഥാനത്ത് ഉയർന്നിരുന്നു. ആ ഒരു രാഷ്ട്രീയ സംവാദത്തിന് മറുപടി എന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ 7 ദിവസത്തിന് ശേഷം, ഈ ഒരാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്മൃതി, റിനു, അതായത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPക്കെതിരെ 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട്, അല്ലേ? തീർച്ചയായും ADGP MR അജിത് കുമാറിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയത്. അത് 1 മാസത്തിനകം, അതായത് ഒക്ടോബർ 1 തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അത്തരം ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു വിജിലൻസ് അന്വേഷണവും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ DGP നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം മതി ADGPക്കെതിരെ ഒരു നടപടി എന്നുള്ളതാണ് LDF കൺവീനർ പോലും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. അത്തരത്തിൽ ഒരു ആവശ്യം തന്നെയാണ് LDFും CPM എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. CPI ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന സാഹചര്യം അനുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല റിനു. കാരണം LDFൽ CPI മാത്രമല്ല മറ്റ് ഘടകകക്ഷികളും പരസ്യമായി തന്നെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. ഈ ADGPയെ നിലനിർത്തരുത് എന്നുള്ള ഒരു അഭിപ്രായം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ CPI വീണ്ടും അത് ആവർത്തിക്കുകയായിരുന്നു. കൂടുതൽ നാണക്കേടുണ്ടാക്കരുത്, വേഗം നടപടി വേണം എന്നൊരു ആവശ്യം CPIയിൽ നിന്ന് പരസ്യമായി വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണോ, ആ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് കൂടിയുള്ള ഉത്തരവ് മുഖ്യമന്ത്രി വൈകി ഇട്ടിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് റിനു? സ്മൃതി, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം AKU സെന്ററിൽ വെച്ച് കൂടിയ LDF യോഗത്തിൽ RJDയും അതുപോലെ തന്നെ CPI അടക്കമുള്ള LDFലെ ഘടകകക്ഷികൾ വലിയ രീതിയിലുള്ള വിമർശനം ADGPക്കെതിരായുള്ള നടപടി വൈകുന്നതിൽ ഉണ്ടായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് DGP കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തുടർ നടപടി, അതായത് ADGPക്കെതിരെ ഏത് തരത്തിൽ നടപടി എടുക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ DGPയുടെ അത്തരം ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ
ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു, സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു, വിജിലൻസ് അന്വേഷണം കൂടി നടത്തണമെന്നുള്ളത്. പക്ഷേ വിജിലൻസ് അന്വേഷണവും DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘത്തിന്റെ അന്വേഷണവും നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരമൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ്, മുഖ്യമന്ത്രി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ മാറ്റാൻ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ADGPക്കെതിരെ ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ മുൻ SP, നമുക്കറിയാം മലപ്പുറത്തെ മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഇത്തരത്തിലൊരു അന്വേഷണം ഉയരുമ്പോൾ, അന്വേഷണ സാഹചര്യം നിലനിൽക്കുമ്പോൾ SP-ക്കെതിരെ ഒരു നടപടിയെടുത്ത് സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറായി. പക്ഷേ ADGPക്കെതിരെ എന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുക്കുന്നില്ല, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായതാണ്, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതാണ്. നമ്മൾ അതെല്ലാം തന്നെ കണ്ടതാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ADGPയെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഇതാ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത് നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. കൃത്യമായി ദിവസങ്ങൾ ഇത്രയായിരിക്കുന്നു, ഇതുവരെ നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ മുന്നണിയിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും ഒക്കെയുള്ള സമ്മർദ്ദം ഈ കാര്യത്തിലുണ്ട്. SP സുജിത് ദാസ് നിലവിൽ സസ്പെൻഷനിലാണ്. പക്ഷേ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP-ആയി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അജിത് കുമാറിനെതിരെ 2ാമത്തെ അന്വേഷണവും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്.